പരിശുദ്ധമ്മയുടെ പ്രത്യേകമായുള്ള മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാൻ ദിവസം പരിശുദ്ധമ്മയുടെ കരങ്ങൾ വഴി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും മക്കളെയും നമ്മുടെ ജോലി മേഖലകളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് കൃപയ്ക്ക് വേണ്ടി ഈ ദീപവലി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്നത്തെ ദീപവലിയിൽ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ നമുക്ക് ഓർമ്മിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന ജിം, അതോടൊപ്പം തന്നെ രോഗ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബിനോയ് മാത്യു, നമ്മുടെ കൂടെയുള്ള ഷെറിയുടെ സഹോദരനാണ്, ഇറ്റലിയിലാണുള്ളത്. പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്ന് അറിയാൻ സാധിച്ചു. പ്രത്യേകമായിട്ടും ബിനോയ് മാത്യുവിനെ പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സൗഖ്യദായകമായ കരം ആ സഹോദരന്റെ മേലെ നീട്ടുവാനായിട്ട്. അതോടൊപ്പം തന്നെ ബയോണ ബിനു രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഹോദരിയുടെ മകളാണ്. ചൊവ്വാഴ്ച ചെറിയ ഓപ്പറേഷൻ ഉണ്ട്, വാൽവിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. സഹോദരിയുടെ പേരും കർത്താവിന്റെ ശക്തമായ കരം നീട്ടുവാനായിട്ട് ഡോക്ടർമാരിലൂടെയും നഴ്സുമാരിലൂടെയും ഒക്കെ കർത്താവിന്റെ സൗഖ്യം ആ സഹോദരിയിലേക്ക് ചൊരിയുവാനായിട്ട് കൃത്യമായിട്ട് ഇത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ, മാതാവിന്റെ ജന്മദിനത്തിൽ ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് സഹോദരങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മാതാവായ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങേ ഞങ്ങൾക്ക് നൽകുകയും വാക്കുപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ ആഘോഷമായ കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ സുന്ദരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ,
അങ്ങനെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങനെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങൾ കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ആകട്ടെ. സർവ്വ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയൊടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങേ രാജ്യത്തെയും സൃഷ്ടാഭാവവും സകലത്തിനെയും നാഥായി നയിക്കും. അതുവഴി ആത്മശക്തിയും സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ പരമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങനെ കാലങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെയും സ്വർഗത്തിൽ വലിയൊരിടയാൾ കാണപ്പെട്ടു. സൂര്യനെ ഉടയാളിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു സർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശ
മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കുന്നവളാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പം അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെയും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ വഴി പറയുകയും ചെയ്തിരുന്നവരെ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായങ്ങളുടെ വചനങ്ങൾ 1 മുതൽ 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞിൽ നിന്ന് പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ ഗലിലായരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6
ഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. മിശിഹായിൽ സ്നേഹനിറഞ്ഞ ജോസച്ച, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാള് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. വളരെ പൊതുവായിട്ട് നാളെയാണ് സെപ്റ്റംബർ 8 തിരുസഭയിൽ ഒരു ആഘോഷത്തോടു കൂടെ കൊണ്ടാടുന്ന തിരുനാളാണ് സെപ്റ്റംബർ 8 മാതാവിന്റെ ജനനത്തിരുന്നാള്. ഈ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ആശംസകളും സമർത്ഥമായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആശംസിക്കുകയും മാതാവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും സമർത്ഥമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നാണ് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈ സുവിശേഷ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് പറയുന്നത് യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലെ എന്തോ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, കല്യാണം നടന്ന കുടുംബത്തില്. അതുകൊണ്ടാണ് അമ്മ അവിടെ ഉണ്ടായിരുന്നത് പറയുന്നത്. മാത്രമല്ല, തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള ഒരു പ്രതിസന്ധി, നാളെ വീട് തീർന്നു പോകുന്ന ആ ഒരു പ്രതിസന്ധി ശ്രദ്ധിക്കുക. അമ്മ തിരിച്ചറിയുകയും അവരുടെ ആ ദുഃഖത്തില്, അവരുടെ വേദനയില് ഈ അമ്മ മനസ്സിലാക്കി അവിടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥം വഹിച്ച് ആ പുത്രന്റെ സന്ധി മാധ്യസ്ഥം വഹിച്ച് അവരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ആ ഒരു വാർത്ത. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അമ്മയ്ക്ക് നമ്മുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആർക്കും മനസ്സിലായിട്ടില്ല. നമുക്കറിയാം, നമ്മളൊക്കെ കൂടുതൽ അമ്മമാരാണ് എഴുതുന്നത്. മക്കളുടെ വേദന അപ്പനേക്കാൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അമ്മയ്ക്കാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, എന്തൊരു കാര്യം അപ്പന് സാധിച്ചെടുക്കാൻ ഈ നേരെ അപ്പൻ്റെ അടുത്ത് പൊതുവെ പോകാറില്ല. മറിച്ച് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ഇട്ടിട്ട് അമ്മയെ സുഖമാണെന്ന് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ട് അപ്പൻ്റെ അടുത്ത് അതിന് ആ മാതാവിന്റെ മാധ്യസ്ഥം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ മാതാവിന്റെ മാധ്യസ്ഥം തേടി അപേക്ഷിക്കണമെന്ന് ഓരോ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴും തിരുസഭ തന്നെ ഓർമ്മപ്പെടുന്നു. മാതാവിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒത്തിരി വാഴ്ത്തി പാടാറുണ്ട്. സ്നേഹത്തിന്റെ, കരുണയുടെ, ക്ഷമയുടെ, വിട്ടുവീഴ്ചയുടെ ഒക്കെ ഉറവിടമാണെന്നൊക്കെ നമ്മൾ മാതാവിനെ കുറിച്ച് വാഴ്ത്തി പാടി കുടിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ പരിശോധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരിയുടെ വേദനയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പങ്കുചേർന്നിട്ട് സാരയില്ല, പോട്ടെ, ശരിയാകും എന്നുള്ളൊരു ആശ്വാസ വാക്ക് കൊണ്ട് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ മാതാവിന്റെ ആ ഒരു ഗുണം നമ്മിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മാതാവ് ദുഃഖത്തിന് പങ്കുചേർന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുക, അവിടെ ഇടപെടുകയാണ്. നമ്മൾ ഇതുപോലെ മറ്റുള്ളവരുടെ വേദനകളുടെ, ദുഃഖങ്ങളുടെ, പ്രയാസങ്ങളുടെ, സഹനങ്ങളില് ഒക്കെ ഇടപെടണമെന്ന് ഓരോ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴും അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് പകരം നമുക്കറിയാം, നമ്മൾ ചെയ്തു കൂട്ടുന്ന അഭിപ്രായങ്ങളും
വാക്കുകളും വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഇത്തരത്തിലുള്ളതാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. ചെറിയത് മതി അതങ്ങോട്ട് നമ്മൾ വീട്ടിൽ വലിച്ച് കുറുക്കി കാച്ചി ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇതൊന്നും മാതാവിന്റെ സ്വഭാവത്തിൽ ചിലപ്പോൾ നമ്മുടെ പേര് പോലും മാതാവിന്റെ ആയിരിക്കും, പക്ഷെ സ്വഭാവം അടുത്തോടൊപ്പം പോയിട്ടുണ്ട്, സ്വഭാവം പോലും അടുത്തോടൊപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കാനായിട്ട് മാതാവ് നമ്മൾ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ജില്ലയിൽ നമുക്കൊരാളെ വീരി നേർന്നു പോയപ്പോൾ വീരി തീർന്നു പോയി. രണ്ടാമത്തെ വീരി വന്ന് വീരും കൂടി വീരിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നേരം ഈ വീര് സൂക്ഷിച്ചു വെച്ചിട്ട് ജപടിയായിരുന്നു ആദ്യം നീ വിടപെട്ടത്. നമ്മളെ വീടിന്റെ വീതിയിൽ പോലെ കൂടുന്നുണ്ടാവും ഇല്ല, ഓർമ്മണ്ടിരിക്കുകയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും കായങ്ങൾ ചെറിയ കാര്യമല്ല, അച്ഛൻ്റെ കടങ്ങൾ ചെറിയ കാര്യമല്ല, പിന്നെന്തിന്റെ വീഞ്ഞ കുടുംബജീവിതത്തിന്റെ വീഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത്. കുടുംബജീവിതമാകുന്ന വീഞ്ഞ് ഓരോ വർഷം ചെല്ലുന്നതും വർഷം കൂടുന്നതിന് വീര്യം കൂടുന്നതിന് പകരം അവരുടെ വീര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതമാകുന്ന ഒരു കുപ്പി വീഞ്ഞ് എത്തിച്ചിട്ടുണ്ട്. വിവാഹ ദിവസം അതിന്റെ വീര്യം കൂടുന്നുണ്ടോ? കൂട്ടാനാണ് ആവശ്യപ്പെടുക. അതിന്റെ വീര്യം കുറയാത്ത അവരുടെ വേറെ അതിന്റെ വീര്യം കൂടുന്നുണ്ട്, അതിന്റെ വീര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാണ്. പക്ഷെ വേറെ അതിന്റെ വീര്യം കൂട്ടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ ക്ലിയർ. അപ്പൊ ഞാൻ പറയണേ ക്ലിയറാണ്ടാ എന്താ വേറെ അതിന്റെ വീര്യം കൂടേണ്ട വെച്ചാ എന്താ വാക്കിന്റെ വീര്യേ വരുന്ന വായിക്കുന്നതൊക്കെ വാക്കിന്റെ വീര്യേ, നാക്കിന്റെ നീളത്തിന്റെ വീര്യേ, ദുരത്തിന്റെ വീര്യേ പറയുന്നത് എന്താ? സ്നേഹത്തിന്റെ രീതിയോ കുടുംബത്തിന്റെ ആത്മാർത്ഥതയുടെ രീതിയോ വിശ്വസ്തതയുടെ രീതിയോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിനുമായി ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് അത് ഉപേക്ഷിച്ചിട്ട് ഈ പറഞ്ഞതൊക്കെ കുടുംബജീവിതത്തിന്റെ വീര്യം നമ്മൾ കൂട്ടാനായിട്ട് മാതാവിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ തിരുനാൾ ദിവസം രണ്ട് കാര്യങ്ങൾ നമുക്ക് തീരുമാനമെടുക്കാം. ഒന്ന്, എൻ്റെ നാക്കിന്റെ വീര്യം വാക്കുകളുടെ മൂർച്ച കുറച്ചിട്ട് കുടുംബജീവിതത്തിന്റെ വീര്യം ഞാൻ കൂട്ടുന്നു, സ്നേഹത്തിന്റെ വീര്യം ഞാൻ കൂട്ടുന്നുണ്ട്, ക്ഷമയുടെ വീര്യം ഞാൻ കൂട്ടുന്നുണ്ട്, സഹനത്തിന്റെ വീര്യം ഞാൻ കൂട്ടുന്നുണ്ട്, കരുണയുടെ വീര്യം ഞാൻ കൂട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇടപെടാനായില്ല, ഇങ്ങനെ പോസിറ്റീവായിട്ട് മറ്റൊരു ജീവിതം ഇടപെടാനായില്ല, ഗോസിപ്പുകൾ പറഞ്ഞ് വരുത്തിക്കൊണ്ടല്ല, മറിച്ച് സഹനമുണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പേരുദോഷം ഉണ്ടാകുമ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ പഴയ ജീവിതത്തിലേക്ക് സന്തോഷമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് മാതാവിനെ ഓർമ്മപ്പെടുത്തുക. ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ തിരുനാൾ ദിവസം പഠിക്കേണ്ടതാൽ തിരുനാൾ അർത്ഥവത്തായിട്ട് മാറും. കൃപ ചെയ്യുന്ന മാതാവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് നമ്മൾ മാറും. ഒരിക്കലും പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യുദ്ധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവജീവനത്തിന് വിധേയരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ നിന്ന് സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാനായിലെ കന്യാമറിയങ്ങളെ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആദ്യമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും
ഉപകരണങ്ങളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ വിശുദ്ധ പിതാവ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ആർച്ച് ബിഷപ്പ് റാഫേൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ജീവിതത്തിന് സംബോധമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വിശുദ്ധാമയോടൊപ്പം തത്വഭാഗ്യർഹനാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ദൃഢമായി ശരണപ്പെട്ടു. No.
വയ്ക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസ്മാരും മേജർ ആർച്ച് മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും ഈശോയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. ഹൃദയവികാര
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രദ്ധിച്ച അങ്ങയുടെ പൗത്രത്തിന്റെ ആരാധനമായ നാമം എല്ലാ സ്തുതിയും എല്ലാ നാമവും എല്ലാ ശിഷ്യങ്ങളും വീഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവളെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും ബാലഹാമാരുടെ പതിനായിരങ്ങളും മഹോന്നതരായ കൂടെ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും പരിശുദ്ധമായ സൈന്യങ്ങൾ അങ്ങനെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും അരിവികളുമായ ക്രമന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനാഗേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ